നമസ്കാരം. മൈഫിൻ ടിവിയുടെ RBI പൾസിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും ഈ ഒരു ഓഗസ്റ്റ് മാസത്തിലെ MPC യോഗ തീരുമാനങ്ങൾ ഇപ്പോൾ RBI ഗവർണർ അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു സ്റ്റാറ്റസ് കോ തൽസ്ഥിതി തുടരുന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ പലിശ നിരക്കിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല. റിപ്പോ നിരക്ക് 6.5% നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. Let me now turn to the decisions and deliberations of the Monetary Policy Committee meeting, which met on 6th, 7th and 8th of August, and it goes as follows. The Monetary Policy Committee met on 6th, 7th and 8th August. After a detailed assessment of the evolving macroeconomic and financial conditions and the overall outlook, it decided by a majority of 4:2 members to keep the policy repo rate unchanged at 6.5%. അതിനോടൊപ്പം തന്നെ GDP അനുമാനങ്ങളിലും വ്യതിയാനങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ ഒരു ക്വാർട്ടറിൽ, അതായത് ഈ 2024-25 സാമ്പത്തിക വർഷത്തിന്റെ 4 പാദങ്ങളിലും 7% മുകളിൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന വളരെ പോസിറ്റീവായിട്ടൊരു ടോൺ കൂടിയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നിക്ഷേപകരെ ആശങ്കപ്പെടുന്ന തരത്തിലുള്ള ഒരു കോഷ്യസ് സ്റ്റാൻസ് കൂടി അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നുണ്ട്. നിലവിൽ RBIയുടെ ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് നിലനിൽക്കുന്നത് പണപ്പെരുപ്പം തന്നെയാണെന്ന് അദ്ദേഹം വീണ്ടും പറയുകയാണ്. That it is important for monetary policy to stay the course while maintaining close vigil on the inflation trajectory and the risks thereof. പ്രധാനമായിട്ടും പറയേണ്ടിയിരിക്കുന്നത് 4, അതായത് പണപ്പെരുപ്പത്തിൻ്റെ ഏറ്റവും കോൺട്രിബ്യൂട്ടറായിട്ട് മാറിയിരിക്കുന്നത് ഭക്ഷ്യ പണപ്പെരുപ്പ വർധനവ് തന്നെയാണ്. നമ്മൾ മുൻപ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷ്യ പണപ്പെരുപ്പത്തിൽ ജൂണിലെ കണക്കുകൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 4 മാസത്തെ ഉയരത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏകദേശം 9% ജൂൺ മാസത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പണപ്പെരുപ്പം എന്ന് പറയുന്നത്, ഭക്ഷ്യ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. പണപ്പെരുപ്പത്തിൻ്റെ ടോട്ടൽ നോക്കുക, അതിൻ്റെ മെജോറിറ്റി ഏകദേശം ഒരു 50% സംഭാവന നൽകിയിരിക്കുന്നത് ഭക്ഷ്യ പണപ്പെരുപ്പം ആണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. Food inflation, which has a weight of around 46% in the CPI basket, contributed to more than 75% of headline inflation in May and June. Vegetable prices increased sharply and contributed to about 35% to inflation in June. പണപ്പെരുപ്പ അനുമാനങ്ങൾ ഒരു വ്യതിയാനം വരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. പണപ്പെരുപ്പ അനുമാനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിലെ സാമ്പത്തിക നടപ്പ് സാമ്പത്തിക വർഷമായ 2024-25 കാലഘട്ടത്തിൽ 4.5% തന്നെയായിരിക്കും പണപ്പെരുപ്പം നിലനിൽക്കുക എന്നൊരു അനുമാനം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി ഓൾറെഡി Q1 പണപ്പെരുപ്പ അനുമാനം എത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടാം പാദത്തിലേക്ക് കടക്കുമ്പോൾ 4.4% ഇപ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒരു പണപ്പെരുപ്പ വർധന എന്ന് പറയുന്നത്. ഇതിന് മുൻപ്, അതായത് കഴിഞ്ഞ ജൂണിലെ മീറ്റിംഗിൽ ഇത് 3.8% പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ അനുമാനം നടത്തിയിരുന്നുണ്ട്. ഇനി മൂന്നാം പാദത്തിലേക്ക് എത്തുമ്പോഴേക്കും 4.7% അദ്ദേഹം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ മീറ്റിംഗിൽ 4.6% എന്നൊരു പ്രതീക്ഷയായിരുന്നു അദ്ദേഹം പങ്കുവച്ചിരുന്നത്. നാലാം പാദത്തിലേക്ക് എത്തുമ്പോൾ 4.3% അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അതായത് കഴിഞ്ഞ ജൂണിലെ മീറ്റിംഗിൽ ഇത് 4.5% നാലാം പാദത്തിലേക്ക് എത്തുമ്പോഴേക്കും പണപ്പെരുപ്പത്തിലൊരു കുറവ് ഉണ്ടാകുമെന്നൊരു സൂചനയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതുവരെ ഈ ഒരു 4.4% RBIയുടെ ടാർഗറ്റ് നിരക്കായിട്ടുള്ള 4% മുകളിൽ തന്നെ ആയിരിക്കും പണപ്പെരുപ്പം തുടരുക എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രതീക്ഷകൾ പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 2026 സാമ്പത്തിക വർഷം, അതായത് 2025 ജൂൺ പാദത്തിലേക്ക് നോക്കുമ്പോൾ 4.4% പണപ്പെരുപ്പം എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതായത് പണപ്പെരുപ്പത്തിൻ്റെ ഒരു അനുമാനത്തിൽ ഏകദേശം ഒരു 60% അടുത്തൊരു മൂവ്മെന്റ്, അല്ലെങ്കിൽ ഈ ഭക്ഷ്യപണപ്പെരുപ്പത്തിലുണ്ടായ ഒരു വർധനവ് വലിയ തോതിൽ RBIനെ ആശങ്കയിലാഴ്ത്തുന്നെന്ന് തന്നെയാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് നിലവിൽ സാധാരണക്കാരെയും ഏറ്റവും അധികം ബാധിക്കുക ഭക്ഷ്യപണപ്പെരുപ്പം തന്നെയാണ്. ഭക്ഷ്യപണപ്പെരുപ്പത്തെ ഒരിക്കലും ഇഗ്നോർ ചെയ്ത് അവഗണിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോർ പണപ്പെരുപ്പത്തിൽ കാര്യമായിട്ടൊരു വ്യതിയാനം, അതായത് കോർ പണപ്പെരുപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷ്യപണപ്പെരുപ്പും അതിനോടൊപ്പം തന്നെ ക്രൂഡ് അടക്കമുള്ള ഫ്യുവൽ പണപ്പെരുപ്പവും അടക്കമുള്ള അത്
ആ 2 കണ്ടന്റുകൾ മാറ്റിയിട്ടുള്ള കാൽക്കുലേഷൻ നടത്തുന്ന ഒരു ഇൻഡെക്സ് ആണ് കോർ പണപ്പെരുപ്പം. കോർ പണപ്പെരുപ്പം മിതമാകുന്നു എന്നതനുസരിച്ചിട്ട് നമ്മുടെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനെ അവഗണിക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടറായിട്ട് ഇപ്പോൾ ഭക്ഷ്യ പണപ്പെരുപ്പം തന്നെയാണ് മാറിയിരിക്കുന്നത്. പ്രധാന കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹീറ്റ് വേവ്, ക്ലൈമറ്റ് ചേഞ്ചസ്, അതായത് അന്തരീക്ഷത്തിൽ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനങ്ങൾ വലിയ തോതിൽ ഇന്ത്യൻ കാർഷിക വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ ഒരു പണപ്പെരുപ്പമായിട്ട് കാണാൻ സാധിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു അനലിസ്റ്റുമാരുടെ ആദ്യ മിനിറ്റുകളുടെ അഭിപ്രായം പരിശോധിക്കുകയാണെങ്കിൽ ഒരു അല്പം കൂടി ഹോക്കിഷ് ആയിട്ട് RBI മാറിയിരിക്കുന്നു എന്നൊരു സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്. കാരണം പ്രസംഗം പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. അതായത് RBIയുടെ ഒരു നിലവിലത്തെ ഒരു പ്രധാന കൺസേൺ എന്ന് പറയുന്നത് ബാങ്കുകളെ സംബന്ധിച്ച് മികച്ചൊരു ബാലൻസ് ഷീറ്റാണ് ബാങ്കുകൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും കാസയിലുണ്ട്, അതായത് കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ് അക്കൗണ്ട് ഡെപ്പോസിറ്റുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു കുറവ്, കാര്യമായിട്ടൊരു ഇത്ര ഉയർന്ന പലിശ നിരക്ക് നിലനിൽക്കുമ്പോൾ പോലും നിക്ഷേപങ്ങളെ ആകർഷിക്കാൻ ബാങ്കുകൾക്ക് സാധിക്കുന്നില്ല എന്നതൊരു കോഷ്യസ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അതിനൊരു കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് പണപ്പെരുപ്പ വർധനവ് കൊണ്ട് കൂടുതൽ സേവിങ്സ് നടത്താനായിട്ട് സാധാരണക്കാർക്ക് സാധിക്കുന്നില്ല. ഒപ്പം തന്നെ ബാങ്ക് ഡിപ്പോസിറ്റ് എന്നതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ആളുകൾ തയ്യാറായി തുടങ്ങി. മറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിലേക്ക് കൂടുതലായിട്ട് ആളുകൾ പോകുന്നു എന്നൊരു പോസിറ്റീവ് സൈഡ് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. It is observed that the alternative investment avenues are becoming more attractive to retail customers and banks are facing challenges on the funding front with bank deposits trailing loan growth. ഒപ്പം ബാങ്കുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടൊരു ഫൈനാൻഷ്യൽ സിസ്റ്റം തന്നെയാണ് ഇന്ത്യക്കുള്ളത് എന്ന് കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും പണപ്പെരുപ്പത്തിലൊരു അല്പം ഹോക്കിഷ് സ്റ്റാൻസ് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഡ്രോവൽ ഓഫ് അക്കോമഡേറ്റീവ് സ്റ്റാൻസ് തന്നെയാണ് അദ്ദേഹം നിലനിർത്തിയിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ GDP അനുമാനത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മീറ്റിംഗിൽ നിന്ന് യാതൊരു തരത്തിലുള്ള അനുമാനങ്ങളിൽ മാറ്റവും രേഖപ്പെടുത്തിയിട്ടില്ല. 7% തന്നെ നിലനിർത്തുന്നത് 7.2% നടപ്പ് സാമ്പത്തിക വർഷത്തിലെ GDP അനുമാനം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആദ്യ പാദത്തിൽ 7.1%, രണ്ടാം പാദത്തിൽ 7.2%, മൂന്നാം പാദത്തിൽ 7.3%, നാലാം പാദത്തിൽ 7.2% വളർച്ച കൈവരിക്കാൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ആഗോള സമ്പദ് വ്യവസ്ഥകളെ പരിഗണിക്കുമ്പോൾ മികച്ച ഒരു വളർച്ച രേഖപ്പെടുത്താൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധിക്കുമെന്നൊരു പോസിറ്റീവ് നോട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി വളർച്ചയുടെ കൂടുതൽ അപ്ഡേറ്റ്സിലേക്ക് കൂടി പോയി നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ സിസ്റ്റം വളരെ റെസീലിയൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് തുടരുന്നു. ഹൈലി വോളറ്റൈൽ, വളരെയധികം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ആഗോള സമ്പദ് വ്യവസ്ഥകളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ വലിയ തോതിലൊരു നെഗറ്റീവ് ഇവൻറ്റ്സ് നടക്കുന്ന ഒരു സമയത്ത് കൂടി ഇത്തരത്തിലൊരു വളർച്ച കൈവരിക്കാനും വളരെ ഹെൽത്തി ആയിട്ടൊരു സിസ്റ്റം നിലനിർത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. Let me turn to now financial stability. The Indian financial system remains resilient and is gaining strength from the broader macroeconomic stability. Its well-capitalized and unclogged balance sheet is reflective of higher risk absorption capacity. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നിരുന്നാൽ പോലും ഒരു കൺസേൺ ആയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഉയർന്ന പലിശ നിരക്കിൽ പോലും കൂടുതൽ ഡിപ്പോസിറ്റുകളെ, നിക്ഷേപങ്ങളെ ആകർഷിക്കാനായിട്ട് ബാങ്കുകൾക്ക് സാധിക്കുന്നില്ല. അതൊരു കൺസേൺ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം മുന്നോട്ട് ഈ നിയർ ടൈമിൽ അല്ലാതെ സമീപ ഭാവിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എങ്കിൽ പോലും ഫ്യൂച്ചറിലേക്ക് ഈ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ ബാങ്കുകൾക്ക് അത് പ്രതികൂലമാകും എന്നൊരു സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ലോണുകൾ, അതായത് ടോപ്പ് അപ്പ് ലോണുകൾ വലിയ തോതിൽ നൽകുന്നു. നിലവിലുള്ള ലോണുകൾക്ക് പുറമെ ടോപ്പ് അപ്പ് ലോണുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, റിസ്ക് മാനിക്കാതെയാണ് വലിയ തോതിൽ നൽകുന്നത് എന്നൊരു സ്റ്റാൻസ് കൂടി അദ്ദേഹം പറഞ്ഞു, കോഷൻ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. Certain segments of personal loans continue to witness high growth. Excess leverage through retail loans, mostly for consumption purposes, needs careful monitoring from macroprudential point of view. ഇനി മറ്റൊരു പ്രധാന ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ടെക്നോളജിക്കലി ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആഗോളതലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ടെക്നോളജി വളരെയധികം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ ഗുണവശങ്ങളുമുണ്ട്, ഒപ്പം തന്നെ നെഗറ്റീവ് വശങ്ങളുമുണ്ട്. നിലവിൽ അതായത് വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ എറേഴ്സ് കൊണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നൊരു കോഷ്യസ് സ്റ്റാൻസ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ബാങ്കുകൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ സൈബർ സെക്യൂരിറ്റിക്കായിട്ട് കൂടുതൽ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നുണ്ട്. Recently, there was an unprecedented outage globally which affected businesses in many countries. The outage demonstrated how minor technical change, if it goes haywire, can wreak havoc on a global scale. ഒപ്പം തന്നെ തേർഡ് പാർട്ടി ടെക്നോളജിയിൽ ഒരുപാട് ഡിപ്പെൻഡ് ആശ്രയിക്കരുത്. വളരെ സേഫ് ആയിട്ടുള്ള ടെക്നോളജി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ എക്സ്റ്റേണൽ സെക്ടറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ധനക്കമ്മിയിൽ കാര്യമായിട്ടൊരു കുറവ് രേഖപ്പെടുത്താൻ ഈ ഒരു വർഷം ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. 2024 ഏകദേശം 0.7% ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 0.7% കുറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സമാന കാലയളവിൽ ഇത് ഏകദേശം 2%-ലധികമായിരുന്നു. GDP-യുടെ 2%-ലധികമായിരുന്നു കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി ഉണ്ടായിരുന്നു. അതിനൊരു കാരണം RBI നൽകിയിരിക്കുന്ന ഡിവിഡൻഡ് തന്നെയായിരുന്നു. ഒരു റെക്കോർഡ് ഡിവിഡൻഡ് ആയിരുന്നു ഈ ഒരു 2024 കാലഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇലക്ഷൻ വന്നതിനെ തുടർന്ന് കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വന്നതിനെ തുടർന്ന് വലിയ തോതിൽ എക്സ്പെൻഡിച്ചറുകളൊന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതും ഈ ഒരു കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിലും ധനക്കമ്മി കുറയ്ക്കാൻ കാരണമായി അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ കാരണമാകുന്നു എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ധനക്കമ്മി മാനേജബിൾ ആയിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് നോട്ട് എന്ന് പറയുന്നത് FP അഥവാ ഫോറിൻ പോർട്ട്ഫോളിയോ വിദേശ നിക്ഷേപകർ കഴിഞ്ഞ 2 മാസം അതായത് ജൂൺ മുതൽ ഓഗസ്റ്റ് 6 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അറ്റ നിക്ഷേപകർ നെറ്റ് ബയേഴ്സായി മാറി എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം ഓഗസ്റ്റ് 6 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 9.7 ബില്യൺ ഡോളറാണ് വിദേശ നിക്ഷേപകർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് വളരെ പോസിറ്റീവായിട്ട്, അതായത് ആഗോളതലത്തിൽ ഇത്രയധികം വോളറ്റൈലിറ്റി നിലനിൽക്കുമ്പോൾ പോലും വിദേശ നിക്ഷേപകർ ഇന്ത്യയെ കൈവിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇക്കണോമിക് സിസ്റ്റത്തിൽ ഒരു ട്രസ്റ്റ് നിലനിർത്തുന്നു എന്ന് തന്നെ ഒരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. ഏപ്രിൽ മെയ് മാസത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. കൂടുതലായിട്ട് നിക്ഷേപങ്ങൾ പിൻവലിച്ചു കൊണ്ടുപോകുന്നൊരു ട്രെൻഡായിരുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചതെങ്കിൽ ജൂൺ ഓഗസ്റ്റിലേക്ക് എത്തുമ്പോൾ വീണ്ടും അവർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന എന്നടക്കമുള്ളൊരു നോട്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്തുമ്പോഴേക്ക് അതായത് വിദേശ നിക്ഷേപം ഡയറക്റ്റായിട്ട് കമ്പനികളിലുമായിട്ട് ഓഹരികളിലല്ലാതെ നടത്തുന്ന നിക്ഷേപങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 20% അധിക വളർച്ച നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2023 ഈ ഒരു സമാന കാലയളവിൽ പരിശോധിക്കുമ്പോൾ ഇരട്ടി വളർച്ചയാണ് വിദേശ നിക്ഷേപത്തിൽ രേഖപ്പെടുത്തിയത്. അതായത് വിദേശ നിക്ഷേപം നേരിട്ട് നടത്തുക ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ നടത്തിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഫോറക്സ് റിസർവിലേക്ക് പരിശോധിക്കുകയാണെങ്കിലും ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും അധികം ഒരു സേഫ് ഹെവനായിട്ട് അല്ലെങ്കിൽ സേഫായിട്ട് കണക്കാക്കുന്ന ഒരു പാരാമീറ്റർ കൂടിയാണ് അവരുടെ കൈവശം സെൻട്രൽ ബാങ്കിൻ്റെ കൈവശം സൂക്ഷിക്കുന്ന ഫോറക്സ് എന്ന് പറയുന്നത്. ഫോറക്സ് റിസർവിലേക്ക് എത്തുമ്പോൾ ഓഗസ്റ്റ് 2 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 675 ബില്യൺ ഡോളറായിട്ടാണ് രേഖപ്പെടുത്തിയത്. റെക്കോർഡ് ഹൈ, ഏറ്റവും ഒരു ഉയർന്ന നിലയിലേക്ക് ഫോറക്സ് റിസർവ് ഉയർത്താനും സാധിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന ഡേറ്റുകൾ എന്ന് പറയുന്നത്. ഇനി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ചില കൺസെപ്റ്റോട് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ഒരു ഡിജിറ്റൽ, അതായത് ഇപ്പോൾ നിലവിൽ ധാരാളം ഡിജിറ്റൽ ലെൻഡിങ് ആപ്പുകൾ വളരെ പോലെയാണ് മുളച്ചു പൊന്തി വരുന്നത്. അതിന് ധാരാളം റിസ്ക് കൂടിയുണ്ട്. ആ റിസ്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പബ്ലിക് ഡിപ്പോസിറ്ററി ഫ്രെയിംവർക്ക്, പബ്ലിക് ഡിപ്പോസിറ്ററി ഈ ആപ്പുകളെല്ലാം കൂടെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടൊരു പബ്ലിക് ഡിപ്പോസിറ്ററി പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ അത് പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. കൂടുതലായിട്ടൊരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ഒരു സുതാര്യത ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ, അതായത് കഴിഞ്ഞ മീറ്റിങ്ങിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു
ക്രെഡിറ്റ് ഇൻഫർമേഷൻ കൃത്യമായിട്ട് ലെൻഡേഴ്സിന്, അതായത് ലോൺ എടുക്കുന്നവർക്കും ലോൺ നൽകുന്നവർക്കും കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം, നിലനിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരല്പം കൂടി ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. നിലവിൽ മന്ത്ലി ബേസിസിലാണ് ഈ ഒരു ക്രെഡിറ്റ് ഇൻഫർമേഷൻ നൽകുന്നത്. അതിൻ്റെ ഒരു ഫ്രീക്വൻസി ഈ മന്ത്ലി ബേസ് എന്നുള്ളത് ഒരല്പം കൂടി കുറച്ച് ഫ്രീക്വൻസി കുറയ്ക്കണമെന്ന് കൂടി ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. ഇനി ടാക്സ് പേയ്മെൻറ്റ്, UPI വഴിയുള്ള ടാക്സ് പേയ്മെൻറ്റ് ലിമിറ്റ് 1 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇതും സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ തോതിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു തീരുമാനം തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇത്തവണ പറയേണ്ടുന്ന ഒരു കൺസേൺ, അല്ലെങ്കിൽ പറയേണ്ട ഒരു പോസിറ്റീവ് കാര്യമെന്ന് പറയുന്നത്, സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് ചെക്ക് ക്ലിയറിങ്ങിന് ഫ്രീക്വൻസി കുറച്ചു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ബാങ്കിലേക്ക് ഒരു ചെക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1-2 ദിവസമായിരിക്കും അത് ക്ലിയർ ആകാൻ എടുക്കുന്നത്. ഇനി ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിക്കൊണ്ട് ചെക്ക് നിക്ഷേപിച്ച് മണിക്കൂറുകൾക്കകം ചെക്ക് ക്ലിയർ ആവാനുള്ള ഒരു ഫ്രെയിം വർക്കിലേക്ക് കൊണ്ടുവരണം എന്ന് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ഗ്രോത്ത് ആസ്പെക്ട്, അതായത് വളർച്ചയുടെ ആസ്പെക്റ്റിലേക്ക് നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും പണപ്പെരുപ്പത്തിലേക്ക് വരുമ്പോൾ ഒരു അല്പം ഹോക്കിഷായി തന്നെയാണ് ഹോക്കിഷ് സ്റ്റാൻസ് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും പണപ്പെരുപ്പം ഓഹരി വിപണിയിൽ, പണപ്പെരുപ്പത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്ക ഓഹരി വിപണിയിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. വിപണിയിലെ ഒരു ഇടിവെന്ന് പറയുന്നത് 0.5% ഇടിഞ്ഞിരിക്കുന്നു. 0.61% ഇടിഞ്ഞ് 148.65 എന്നൊരു നിലയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിങ് സൂചികയിലും 50,013.25 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇതൊക്കെയാണ് RBI തീരുമാനങ്ങളുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്.